നമ്മുടെ ഡസ്റ്ററിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. റെനോ വിളിക്കുന്നത് ഇതിന് ഫൈറ്റർ ജെറ്റ് ഇൻസ്പയർഡ് ഡിസൈൻ ആണ്. സോ ഈ സെഗ്മെന്റ് എടുത്ത് നോക്കിയാൽ ദ ഹൈയസ്റ്റ് ഫിഗേഴ്സ് ആണ് ഓൺ പേപ്പർ. വൺ ഓഫ് ദ ബെസ്റ്റ് ബൂട്ട് സ്പേസ് തന്നെയാണ്. ഒരു ബിഗ് SUV ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് തന്നെ ഉണ്ട് ബാക്കിൽ. മ്യൂസിക് ലവേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ടോഗിൾ സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? നമ്മുടെ 2012 കോമ്പാക്ട് SUV എന്നുള്ള സെഗ്മെന്റ് തന്നെ ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ തരംഗം സൃഷ്ടിച്ച ഡസ്റ്റർ ഇസ് ഫൈനലി ബാക്ക്. ഇതിപ്പോൾ ഐക്കോണിക് എഡിഷൻ ആണ്. റെനോന്റെ R പാസ് എടുത്ത് 21K അടച്ച് ബുക്ക് ചെയ്ത് എടുക്കുന്ന ഫസ്റ്റ് കസ്റ്റമേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വേരിയന്റ് ആണ് ഇത്. TC100, TC160 പിന്നെ ഒരു ഹൈബ്രിഡും കൂടെയാണ് നമ്മുടെ ഡസ്റ്റർ ഇപ്പോൾ വരുന്നത്. നമ്മുടെ പഴയ ഡസ്റ്റർ നമ്മൾ 1.5 ലിറ്റർ 4 സിലിണ്ടറിൽ 85 PS 110 PS എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയന്റ് ഉണ്ടായിരുന്നു. 85 PS ആയിരുന്നു ബെസ്റ്റ് സെല്ലിംഗ്, 110 ആയിരുന്നു പെർഫോമൻസ് എന്തൂസിയസിന് വേണ്ടി ഉണ്ടായിരുന്നത്. പിന്നെ ഒരു പെട്രോൾ 4 സിലിണ്ടർ ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്നത് 2 ടർബോ പെട്രോളും ഒരു ഹൈബ്രിഡും ആണ്. ഹൈബ്രിഡ് ദീപാവലി സമയത്താകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. പ്ലാറ്റ്ഫോം ഇപ്പോൾ മാറിയിട്ടുണ്ട്. പഴയ റഗഡ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ചും കൂടി ഒരു ലൈറ്റ് ആൻഡ് കോമ്പാക്ട് പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട്. CMF കോമൺ മോഡുലർ ഫാമിലി എന്ന് പറഞ്ഞാൽ നിസാന്റെയും റെനോൾട്ടിന്റെ അലയൻസിനെ ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഡസ്റ്റർ ഇപ്പോൾ പുതിയതായിട്ടുള്ളത്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ ഡസ്റ്ററിന്റെ ഒരു 7 സീറ്റർ ഞാൻ ഗ്ലോബൽ വേരിയന്റിലായിട്ട് കണ്ടായിരുന്നു, ബിഗ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ലെവൽ 2 അഡസും ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് പവർ ട്രെയിൻസ് ഒക്കെ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറ്റുന്നുണ്ട്. പ്രൈസസ് ഒന്നും ഇതൊരു റിവീൽ ആയിട്ടില്ല. നമ്മൾ ഒരു 11 lakhs to 15 lakhs ഇടയിൽ പ്രതീക്ഷിക്കാം നമുക്ക് ടർബോ പെട്രോളിന്റെ പ്രൈസസ് ഒക്കെ. ഹൈബ്രിഡ് ഒക്കെ ഒരു 18 lakhs to 19 lakhs റേഞ്ചിലൊക്കെ വരും. സോ നമ്മുടെ പുതിയ ഡസ്റ്റർ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ആൻഡ് ലെറ്റ്സ് ഗോ. ഇതാണ് ഈ വണ്ടിയുടെ കീ വന്നേക്കുന്നത്. നമ്മൾ പഴയ റെനോൾട്ട് കാറിലൊക്കെ കണ്ട അതേ കീ തന്നെയാണ്. ഇതിലിപ്പോൾ ലോക്ക്, പിന്നെ അൺലോക്ക്, പിന്നെ നമ്മുടെ ലൈറ്റ് ഓൺ ആക്കാനുള്ളത്, ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ബട്ടണും കൂടിയാണുള്ളത്. സ്ട്രൈറ്റ് അവേ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബൂട്ട് തുറക്കാൻ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമ്മുടെ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ആൻഡ് അറൌണ്ട് 518 liters ഓഫ് ബിഗ് ബൂട്ട് സ്പേസ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടിക്കുള്ളത് അപ് ടു പാർസൽ ഷെൽഫ്. അത് ഈ സെഗ്മെന്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൂട്ട് സ്പേസ് തന്നെയാണ്. നോക്ക് എത്രത്തോളം സ്പേസ് ഉണ്ട് നോക്കൂ. ഉള്ളിൽ നല്ല രീതിയിലുള്ള സ്പേസ് തന്നെയാണ് ഉള്ളത്. ഇവിടെ നമ്മുടെ ബൂട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ 2 ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴത്തേക്ക് എടുത്താൽ നമ്മുടെ സ്പെയർ ടയർ വെക്കാനുള്ള സ്ഥലവും ടയേഴ്സ് ഒക്കെ ഇൻഫ്ലേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ കാണാം. നമുക്ക് തലത്തേക്ക് അടച്ചു വെക്കാം. ശരിക്കും പഴയ ഡസ്റ്ററിനെക്കാട്ടും അറൗണ്ട് ഒരു 40 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഈ ഒരു ഡസ്റ്ററിന് കൂടുതലാണ്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ബൂട്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നുണ്ട്. ആൻഡ് റിക്വസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ കീ കയ്യിൽ വെച്ചാൽ മതി. പുള്ളോ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. നമുക്ക് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറാം. ആൻഡ് സ്ട്രൈറ്റ് അവേ നമ്മുടെ ഇന്റീരിയർ നല്ല രീതിയിൽ റീവർക്ക് ചെയ്തിട്ടുണ്ട്. റെനോ വിളിക്കുന്നത് ഇതിന് ഫൈറ്റർ ജെറ്റ് ഇൻസ്പയർഡ് ഡിസൈൻ എന്നാണ്. പഴയ ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ സ്ലീക്ക് ആൻഡ് മോഡേൺ ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇന്റീരിയർ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബോണറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇത് ഹൈഡ്രോളിക് സ്ട്രട്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തുറക്കാനൊക്കെ നല്ല രീതിയിൽ എളുപ്പമാണ്. നമുക്ക് ബോണറ്റിന്റെ വെയിറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ വരത്തില്ല. ആൻഡ് ഇവിടെ നല്ല രീതിയിൽ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും പുതിയ TC160 എന്ന് പറഞ്ഞ എഞ്ചിൻ. 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ. പുട്ടിംഗ് ഔട്ട് അറൌണ്ട് 161 bhp at 5250 rpm ആൻഡ് എ മാസീവ് 280 Nm ഓഫ് ടോർക്ക് at 2000 rpm. സോ ഈ സെഗ്മെന്റ് എടുത്ത് നോക്കിയാൽ ദ ഹൈയസ്റ്റ് ഫിഗേഴ്സ് ആണ് ഓൺ പേപ്പർ. ഇതിപ്പോൾ ഷോറൂം ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത്. ഓൺ പേപ്പർ ഈ ഒരു ഫിഗേഴ്സ് ഇസ് റിയലി ഗ്രേറ്റർ ദാൻ നമ്മുടെ 1.5 ലിറ്റർ നമ്മുടെ ടർബോ പെട്രോൾ ക്രെറ്റയും പിന്നെ നമ്മുടെ 1.5 ലിറ്റർ ഇപ്പോൾ ഇറങ്ങിയ പുതിയ സിയറയുടെ ടർബോ പെട്രോളും. ആൻഡ് ദ ഫിഗേഴ്സ് ആർ റിയലി സ്ട്രോങ് കമ്പയർഡ് ടു ദാറ്റ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടില്ല. പഴയ ഡസ്റ്ററിന് ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇനി ഈ ഒരു വണ്ടി ഓടിക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയായിട്ട് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. നമുക്ക് ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നമുക്ക് സ്ട്രൈറ്റ് അവേ ഇത് മെല്ലെ അടയ്ക്കാം. ഇനി നമുക്ക് ഇവൻ്റെ സ്പേസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുറത്ത് ഭയങ്കര സൗണ്ടാണ് പാട്ടിൻ്റെ. പാസഞ്ചറിനും സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നേക്കുന്നതൊക്കെ ഇലക്ട്രിക് ആണ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ബാക്കിലോട്ടേക്ക് ആക്കുന്നുണ്ട്. നമുക്ക് റിക്ലൈനും രണ്ടും വരുന്നത് ഇലക്ട്രിക് ആണ്. ഇറ്റ്സ് എ റിയലി ഗുഡ് ടച്ച് ഇൻ ദ സെഗ്മെന്റ്. കൈ വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് നമുക്കിങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ ഇരിക്കാം. ഇവിടെയൊക്കെ നല്ല കാർബൺ ഫൈബർ ലൈക്ക് ടച്ചസ് കൊടുത്തിട്ടുണ്ട്. സിൽവർ ലൈനിങ്. ഇത് നമ്മുടെ ഐക്കോണിക് എഡിഷൻ്റെ കുറച്ച് സ്റ്റിച്ചിങ്സ് ആണ്. ഈ ഡസ്റ്റർ ഈ ഒരു പിസ്ത കളറുള്ള സ്റ്റിച്ചിങ്, യെല്ലോ അല്ല ഒരു പിസ്ത കളറാണ് വന്നേക്കുന്നത് സ്റ്റിച്ചിങ്ങിൽ. ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. ഇവിടെയും നമ്മുടെ കാർബൺ ഫൈബർ ലൈക്ക് ടച്ച് വന്നിട്ടുണ്ട്. ലെതർ ഇൻസേർട്സ് ഒക്കെ കൊടുത്തേക്കുന്നത് ഇവിടെയും കൊടുത്തേക്കുന്നത് ഒക്കെ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. പാസഞ്ചറുടെ ഷെയ്ഡിന് മിറർ വന്നിട്ടുണ്ട്. ആൻഡ് ലൈറ്റ്സ് നല്ല അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് ആക്കിയിട്ട് നമുക്ക് ബാക്കിലെ സ്പേസും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സ്പേസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു സ്പേസ് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. സീറ്റ്സ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നല്ല എന്നെ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു സീറ്റ്സ്. ആൻഡ് പാസഞ്ചറിനും വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബട്ടൺ കാണാം, 3 levels ഓഫ് വെന്റിലേഷൻ. ഇറ്റ്സ് എ റിയലി ഗുഡ് ടച്ച് ഇൻ ദി സെഗ്മെന്റ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ വന്നേക്കുന്നത്. ബാക്കിലുള്ള ആൾക്കാർക്ക് ഇവിടെ ജസ്റ്റ് തുറന്ന് നമുക്ക് അങ്ങനെ ഉള്ളിലോട്ട് കയറാം.
പഴയ ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് തന്നെ ഉണ്ട് ബാക്കിൽ. ഇതാണ് എൻ്റെ ലെഗ് റൂം. ഐ എം 5'11" ആൻഡ് ഇതാണ് എൻ്റെ ഹെഡ് റൂം വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. ആൻഡ് തൈ സപ്പോർട്ട് അത്യാവശ്യം മോഡറേറ്റ് ആണ്. നല്ല രീതിയിൽ പ്ലഷ് ചെയ്ത സീറ്റ് അല്ല, കുഴപ്പമില്ലാണ്ടാണ് ഇരിക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ റിയർ എയർ വെന്റ്സ് കാണാം, 2 ടൈപ്പ് സി പോർട്സ് ഇവിടെ കാണാം. എൻ്റെ ബിഗ് ആംബ്രസ്റ്റ് റൈറ്റ് ഹിയർ. നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലംസി ഒന്നുമില്ല, നല്ല രീതിയിൽ നല്ല സ്റ്റേഡി ആംബ്രസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഫോൺ വെക്കാനുള്ള സ്പേസ് ആൻഡ് 2 കപ്പ് ഹോൾഡേഴ്സ് ഹിയർ. നല്ല രീതിയിൽ നമുക്ക് നൈസായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാം. നമുക്ക് ഇത് അമർത്തി വെക്കാം. 1, 2, 3 ആൾക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് നടുവിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാം. ആൻഡ് ഫ്ലാറ്റ് ബെഡഡ് അല്ല, കുറച്ച് റേസ്ഡ് ആണ്. 2 കാലും അപ്പുറത്തിപ്പുറത്തും ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ സീറ്റ് പോക്കറ്റ്സ് വന്നിട്ടുണ്ട്, ഇവിടെയും സീറ്റ് പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ള സീറ്റ്സിൻ്റെ ലംബാർ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഡ്രൈവറിനും വന്നിട്ടുണ്ട്, പാസഞ്ചറിനും വന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ റീഡിംഗ് ലൈറ്റ്സിനുള്ള സ്വിച്ച്. അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ലൈറ്റ്സ് ഓണായി വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാബ് ബാർസ് റൈറ്റ് ദെയർ. ഇവിടെ ആകുമ്പോൾ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബോട്ടിൽ ഹോൾഡർ ആൻഡ് ഇവിടെ നമ്മുടെ പവർ വിൻഡോന്റെ സ്വിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സിൽവറിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ലുക്സ് റിയലി ഗുഡ്. ഇവിടെ നമ്മുടെ ലെതററ്റിന്റെ ടച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ 2 ഭാഗത്തായിട്ട് സീറ്റിന്റെ സ്പ്ലിറ്റിംഗ് വന്നിട്ട് 60-40 ആണ്. ഞാൻ ഇവിടെ വലിക്കുന്നുണ്ട്. ഇവിടെയും കൂടെ വലിച്ചാൽ നമ്മുടെ സീറ്റ്സ് ഫോൾഡായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം, ഈ ഒരു സീറ്റ് മൊത്തത്തിൽ നമുക്ക് ഫോൾഡ് ചെയ്തിടാം. 60-40 ആണ് ആസ് ഐ സെഡ് നമ്മുടെ സ്പ്ലിറ്റിംഗ് റേഷ്യോ ഒക്കെ വന്നേക്കുന്നത്. ഇനി നമുക്ക് അങ്ങനെ തിരിച്ചിടാം. സ്ട്രെയിറ്റ് അവേ നമ്മുടെ ഡ്രൈവറിൻ്റെ സീറ്റ്സ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വൈഡ് ആൻഡ് നമ്മളെ കവർ ചെയ്യുന്ന ടൈപ്പുള്ള സീറ്റ്സ് തന്നെയാണ്. ഇവിടെയൊക്കെ നമ്മുടെ പിസ്റ്റൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വന്നത് കാണാം. ആൻഡ് ഇവിടെയാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്. ഡ്രൈവറിൻ്റെ സീറ്റും 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ നമ്മൾ വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ സ്വിച്ചൊക്കെ. ഇനി സ്ട്രെയിറ്റ് അവേ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കാം. ഇവിടെയൊക്കെ നമ്മുടെ ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതങ്ങനെ ആ ഒരു സ്പേസിലോട്ട് അങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ആംബിയൻ ലൈറ്റിംഗ്. ഈ ഒരു സൈഡിലോട്ടൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെയാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത റൈറ്റിൻ്റെ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്താൽ നമ്മുടെ ലെഫ്റ്റ് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. സോ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതിൻ്റെ സ്വിച്ച്. ആൻഡ് എല്ലാ വിൻഡോസും വൺ ടച്ച് ഓപ്പറബിൾ ആണ്. എല്ലാത്തിലും ഓട്ടോ ചെയ്തിരിക്കുന്നത് കാണാം. ഇതിപ്പോൾ ഡ്രൈവർ വിൻഡോ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തതാണ്, ഓട്ടോമാറ്റിക്കലി അത് ഓപ്പണായി. ഇനി ജസ്റ്റ് ബൈ എ പ്രസ് ഇത് ക്ലോസ് ആവുന്നുണ്ട്. ഇതേ സംഭവം നമ്മുടെ ബാക്കിലും വൺ ടച്ച് ഓപ്പറബിൾ ആണ്. നമ്മൾ ബാക്കിലൊന്നും വൺ ടച്ച് ഓപ്പറബിൾ അങ്ങനെ കാണുന്നതല്ല നമ്മൾ ഈ ഒരു സെഗ്മെന്റിലൊന്നും. ആൻഡ് നമുക്കിവിടെ വിൻഡോസ് വേണമെങ്കിൽ ഇവിടെ അൺലോക്ക് ചെയ്ത് വെക്കാം. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിന്റെ സ്വിച്ച്, ഇത് ഓട്ടോ ഹോൾഡിന്റെ സ്വിച്ച് ആണ്. ആൻഡ് ഇത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ളത്. ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ അമർത്തുമ്പോൾ മൈ സേഫ്റ്റി പേഴ്സോ സെലക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ വാട്ട് ദിസ് ഫീച്ചർ ഇസ്. ആൻഡ് ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ആംഗിൾ സെറ്റ് ചെയ്യുന്ന സ്വിച്ച്. ആൻഡ് ഇത് നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ബട്ടൺ ആണ് ഇവിടെ കാണുന്നത്. ഒരു നല്ല രീതിയിലുള്ള ബ്യൂട്ടിഫുൾ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ലെതർ സ്റ്റിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിച്ചസ് എല്ലാം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പിസ്ത സ്റ്റിച്ചിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോൺ വന്നേക്കുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനുള്ളത്, അപ്പ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. ആൻഡ് കൺട്രോൾസ് വന്നേക്കുന്നത് ഇവിടെ നമ്മുടെ ക്രൂസ് കൺട്രോൾസിന്റെ ബട്ടൺസ് ഒക്കെ ഇവിടെ മോഡ് സെറ്റ് ചെയ്യാനുള്ളത്, ഇവിടെ നമ്മുടെ അഡാസിന്റെ നമ്മൾ നോർമലി ബാക്കിയുള്ള കാർസിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ ഇവിടെ നമ്മുടെ അഡാസിന്റെ സ്വിച്ചിങ് ഒക്കെ കാണാം. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോൾ കൺട്രോൾസും കാര്യങ്ങളൊക്കെ. ഇവിടെയായിട്ട് നമ്മുടെ ക്ലസ്റ്റർ ടോഗിൾ ചെയ്യാനുള്ളത്. അതിന്റെ ക്ലസ്റ്ററിലെ അനിമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊള്ളാം. 10.25 ഇഞ്ചിന്റെ ഫുള്ളി ഡിജിറ്റൽ TFT ക്ലസ്റ്ററാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള റെനോൾഡ് കാറിനൊക്കെ വരുന്ന നോക്കുമ്പോൾ ദിസ് 2 സ്ക്രീൻസ് ഇസ് റിയലി ഗുഡ്. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ടച്ച് തന്നെ തരുന്നുണ്ട്. ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ നമുക്ക് വരുന്നത് ടാക്കോമീറ്റർ ആൻഡ് സ്പീഡോമീറ്റർ വരുന്നുണ്ട്. ആവറേജ് ടൈം ഫ്യൂൽ കൺസപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ മാപ്പ് മിററിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ മാപ്പ് കണക്ട് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് മാപ്പ് മിറർ ചെയ്ത് വരും. ആൻഡ് ഇറ്റ്സ് എ റിയലി നൈസ് ഫീച്ചർ ഇൻ ദ സെഗ്മെന്റ്. ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്പ്ലേന് കാണിക്കുന്നത്. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്യൂൽ ലെവലൊക്കെ കാണാം. ഓട്ടോ ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ഒക്കെ സൗണ്ട് വന്നേക്കുന്നത്. വൈപ്പേഴ്സ് ആർ റെയിൻ സെൻസിങ്. ഇതിപ്പോൾ ഷോറൂമിന്റെ ഉള്ളിൽ നിന്നായതുകൊണ്ട് ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിലും വാഷർ ആൻഡ് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കട്ടെ. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് താഴോട്ടേക്കാക്കി. യെസ്, ടെലിസ്കോപ്പിങ്ങും ടിൽറ്റും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്കാക്കാം. ആൻഡ് വന്നിരിക്കുന്നത് ഒരു 10.1 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റം ആണ്. റെനോ ഡെവലപ്പ് ചെയ്ത ഓപ്പൺ ആർ മൾട്ടിമീഡിയ സിസ്റ്റത്തിന്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ടച്ച് റെസ്പോൺസ് ആൻഡ് ഓൾ ഇസ് റിയലി ഗുഡ്. നമ്മൾ പഴയ റെനോ കാർസ് വെച്ച് നോക്കുമ്പോൾ ഇൻഫോർടൈൻമെന്റ് എല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഹോമിൽ തന്നെ നമ്മുടെ മാപ്പും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ മീഡിയ കൺട്രോൾസ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് 360 ക്യാമറ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം മോഡറേറ്റ് ആണ്. നമുക്ക് ബാക്കിലുള്ളതും സൈഡിലുള്ള വ്യൂസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതാണ് ഒരു മോഡറേറ്റ് ലെവൽ 360 ക്യാമറയാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് ഡ്രൈവറിന് അത്യാവശ്യം നല്ല രീതിയിൽ ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മീഡിയ കൺട്രോൾസും വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വോയിസ് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ നമ്മുടെ വോയിസ് കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ മ്യൂട്ടിൽ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. പാട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ പാട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ആൻഡ് ഇറ്റ്സ് എ റിയലി നൈസ് ഫീച്ചർ. മ്യൂസിക് ലവേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ടോഗിൾ സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ പാസഞ്ചറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനുള്ളത് നമുക്ക് ഇവിടെ ഇൻഡിക്കേഷൻ കാണാം. ആൻഡ് ഇത് ഇവിടെ നമുക്ക് ഡ്രൈവറിൻ്റെ ടെമ്പറേച്ചേഴ്സൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഫാൻ സ്പീഡ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡിഫോഗർ, റിയർ ഡിഫോഗർ, പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓൺ ആക്കാനുള്ള പരിപാടികൾ. ഇവിടെ നമ്മുടെ റീസർക്കുലേഷൻ്റെ ബട്ടൺ, നമ്മുടെ AC മാക്സിലിടാനുള്ള ബട്ടൺ, ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ എയർ വെൻസ് എല്ലാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്യാബിൻ തണുപ്പിക്കാൻ ഈ ഒരു ബട്ടൺ നമുക്ക് നല്ല രീതിയിൽ യൂസ് ആവും. ആൻഡ് ഇത് നമുക്ക് എയർ ഫ്ലോൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ളത്. ആൻഡ് ദ ബട്ടൺസിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിൽ കൊള്ളാം. ഇവിടെയായിട്ട് നമ്മുടെ എമർജൻസി ബട്ടൻ്റെ സ്വിച്ചൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നേക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഡോർസ്, ഹോൾ ഡോർസ് ഹിയർ. താഴെയായിട്ട് നമുക്കൊരു 12 വോൾട്ടിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ആൻഡ് 2 Type-C പോർട്ട്സ് റൈറ്റ് ഹിയർ. ഇവിടെ നമ്മുടെ വയർലെസ് ചാർജിങ്ങിൻ്റെ സ്പേസ് ആണ്. നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂൾഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ എനിക്കൊരു വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെയായിട്ടും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ തിങ്സ് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം. അണ്ടർആം സ്റ്റോറേജും അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള അണ്ടർആം സ്റ്റോറേജ് തന്നെ വന്നിട്ടുണ്ട്. അത്ര വൈഡ് അല്ല, എന്നാലും നല്ല രീതിയിൽ ഡീപ്പാണ്. കൈ നല്ല രീതിയിൽ ഉള്ളോട്ട് ഇടാൻ പറ്റുന്നുണ്ട്. അണ്ടർആം സ്റ്റോറേജും കൂൾഡ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഗ്ലൗ ബോക്സ് ഞാൻ തുറന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ടാറ്റയിലെ കാർസിലൊക്കെ കാണുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയ ഗ്ലൗ ബോക്സ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മുടെ ലൈറ്റിംഗ് ഒക്കെ കാണാം. ഗ്ലൗ ബോക്സും കൂൾഡ് ആണ് വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മുടെ PM 2.5 എന്ന് പറയുന്നത് എയർ ഫിൽറ്റർ വന്നിട്ടുണ്ട്. സോ ക്ലീൻ എയർ ആണ് നമ്മുടെ ക്യാബിനിലോട്ട് വരുന്നത്. നമുക്ക് AQI ഇൻഡെക്സ് ഒക്കെ നമുക്ക് വണ്ടി ഓടുമ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നതാവണം. ആൻഡ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് ഡ്രൈവറിൻ്റെ ഈ ഒരു വ്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നമ്മൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആക്സസ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും ഈ ഒരു ആംഗിൾ. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഷിഫ്റ്റർ വന്നേക്കുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ ആൻഡ് ഡി എന്ന് കാണാം. ഇതിപ്പോൾ 6 സ്പീഡ് DCT ആണ്. ഒരു 6 സ്പീഡ് മാനുവൽ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കിയുള്ള DCT വെച്ച് നോക്കുമ്പോൾ ഇത് വെറ്റ് ക്ലച്ച് DCT ആണ്. അതുകൊണ്ട് ലാഗ് അത്യാവശ്യം നല്ല രീതിയിൽ കുറവാവണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ. നമ്മൾ ഓടിക്കുമ്പോൾ നോക്കാം. ഇനി എപ്പോഴാണ് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഗിയർ ഷിഫ്റ്റും ലാഗും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ 6 സ്പീക്കേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. 4 സ്പീക്കേഴ്സ് ആൻഡ് 2 ട്വീറ്റേഴ്സ്. അത് ആർക്കമീസ് ട്യൂണ്ടും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ക്വാളിറ്റിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫോൺ ആൻഡ്രോയിഡ് ഓട്ടോ വെച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാസ് ഉണ്ട്. ഇനി നമുക്ക് വേറൊരു പാട്ടും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമ്മുടെ വോളിയം കൺട്രോൾസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് ഇപ്പോൾ ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് സോഴ്സ് മാറ്റാം. ആൻഡ് ഇതിപ്പോൾ FM ആണ് വന്നേക്കുന്നത്. ആൻഡ് മുകളിലോട്ടേക്ക് എടുത്താൽ 2 റീഡിംഗ് ലൈറ്റ് ഇവിടെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈങ് ആയിട്ട് 2 റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മിനിമലിസ്റ്റിക് ആയിട്ട്. ആൻഡ് എ ബിഗ് പാനറോമിക് സൺറൂഫ് റൈറ്റ് ദെയർ. ആൻഡ് സൺറൂഫ് ലവേഴ്സിനൊക്കെ ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നല്ല വൈഡ് ആൻഡ് ബിഗ് സൺറൂഫ് തന്നെയാണ്. ആൻഡ് ഇവിടെ അമർത്തുമ്പോൾ നമ്മുടെ സൺറൂഫ് ക്ലോസ് ആയി വന്നിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിലോട്ടേക്ക് എടുത്താൽ നമ്മുടെ ഡസ്റ്ററിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രില്ലും ഹെഡ്ലൈറ്റൊക്കെ ആയിട്ട് ഒരു കണക്റ്റഡ് സെറ്റപ്പിലാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഹെഡ്ലാംപ്സ് വന്നേക്കുന്നത് ഇവിടെ LED DRLs കാണാം. LED ഹെഡ്ലാംപ്സ്, ഫുള്ളി LED ഹെഡ്ലാംപ്സ് ആണ് വന്നേക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ എയർ ഇൻടേക്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം ഫോർ ലിറ്റിൽ എയറോഡൈനാമിക് ടച്ചസ്. ഇവിടെ നമ്മുടെ സെൻസർ. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ഫോഗ് ലാമ്പ് കാണാം. നടുവിലോട്ടേക്ക് എടുത്താൽ നമ്മുടെ ബിഗ് ഡസ്റ്ററിൻ്റെ ലോഗോ തന്നെ നമുക്ക് ഇമ്പോസിംഗ് ആയി നിൽക്കുന്നത് തന്നെ കാണാം. ഇവിടെ ആയിട്ട് ചെറിയൊരു പിസ്ത ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്യാമറ. ആൻഡ് താഴോട്ടേക്ക് കൊടുത്താൽ നമ്മുടെ വലിയ സിൽവറിൻ്റെ സ്കിഡ് പ്ലേറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ടേക്കൊക്കെ വന്നാൽ നമ്മുടെ ടയേഴ്സ് വന്നേക്കുന്നത് 225/55 R18 വീൽസ് ആണ്. ഇപ്പോൾ സിയറ്റിൻ്റെ ടയേഴ്സ് ആണ് ഇതിൽ കാണുന്നത്. ആൻഡ് ഈ ഒരു അലോയ് വീൽസ് ഈ ഒരു ഐക്കോണിക് എഡിഷന് മാത്രം സ്പെസിഫിക് ആണ്. ഇനി ബാക്കിയുള്ള ഡസ്റ്ററൊക്കെ വരുമ്പോൾ അലോയ് വീൽസ് ഒക്കെ മാറും. ഇനി ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്, ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഐക്കോണിക് എഡിഷൻ്റെ ബാഡ്ജിങ് ഒക്കെ കാണാം ക്ലാഡിങ്ങിലായിട്ട്. ഇവിടെയും നമുക്കൊരു നെയിം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. ഡസ്റ്റർ ഐക്കോണിക് എന്നൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ആൻഡ് എൻ്റെ റെനോ ലോഗോ റൈറ്റ് ദെയർ. ഇവിടെയും നമുക്ക് ORVMൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡസ്റ്ററിൻ്റെ നെയിമിംഗ് ഒക്കെ നമ്മുടെ ഫംഗ്ഷണൽ റൂഫ് റൈൽസിന് വന്നിട്ടുണ്ട്. അറൌണ്ട് 50 kg എല്ലാം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു റൂഫ് റൈൽസിന്. ആൻഡ് അവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഷാർപ്പിൻ ആൻറ്റിനെയും കാണാം. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ നല്ല രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ജസ്റ്റ് തുറന്നാൽ നമ്മുടെ ഫ്യൂൽ ക്യാപ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇത് ജസ്റ്റ് പ്രസ് ചെയ്താലാണ് അൺലോക്ക് ആവുന്നത്. ബാക്കിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കണക്റ്റഡ് സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ LED ഹെഡ്ലാംപ്സ് ഒക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നേക്കുന്നത് കാണാം. പേഴ്സണലി ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ ടു മീ. ആൻഡ് ഇവിടെ ആയിട്ട് നമ്മുടെ ബിഗ് റെനോൾട്ടിൻ്റെ ലോഗോ. താഴോട്ടേക്ക് എടുത്താൽ ഇവിടെ നമ്മുടെ ക്യാമറ കാണാം. നമ്മുടെ ഡസ്റ്ററിൻ്റെ ലോഗോ റൈറ്റ് ഹിയർ. ടർബോ 160 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ ഒരു ബാഡ്ജിങ്. ആൻഡ് താഴെയായിട്ട് നല്ല വലിയ ബമ്പർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അവിടെ സെൻസേഴ്സ് കാണാം. ആൻഡ് ഈ ഒരു 2 ഭാഗത്തായിട്ട് റിഫ്ലക്റ്റേഴ്സ്. അത്യാവശ്യം ഒരു ബിഗ് SUV ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പൊടിക്ക് പഴയ ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ കൂടിയിട്ടുണ്ട്. ഒരു 2 mm ഒക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയത് 212 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിരിക്കുന്നത്. സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും എലവേറ്റ് ആണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. ബട്ട് അതിലല്ല നമ്മുടെ കാര്യം. ഓഫ് റോഡ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ അപ്രോച്ച് ആംഗിൾ ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ ഈ ഒരു വണ്ടിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. അറൌണ്ട് 26.9 ഡിഗ്രിയാണ് നമ്മുടെ അപ്രോച്ച് ആംഗിൾ വന്നേക്കുന്നത്.
വന്നേക്കുന്നത്. ഡിപ്പാർച്ചർ ആംഗിൾ വന്നേക്കുന്നത് അറൗണ്ട് ഒരു 34.7 ഡിഗ്രിയാണ്. അപ്പോൾ ഓഫ് റോഡ് ഒക്കെ എടുത്തു പോകുമ്പോൾ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് വുഡ് ബി റിയലി ഗുഡ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം ഇനി ഈ ഒരു വണ്ടി എങ്ങനെയാണ് ഓൺ റോഡ് ഒക്കെ പെർഫോം ചെയ്യുന്നതെന്ന്. ഡയമെൻഷൻസ് ഒക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ പഴയ ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലെങ്ത്, വിഡ്ത്ത്, വീൽ ബേസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ കോമ്പാക്ട് ആയിട്ടുണ്ട് ശരിക്കും വണ്ടി പഴയ ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ. സോ ഓവറോൾ എനിക്ക് പേഴ്സണലി നമ്മുടെ പുതിയ ഡസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഡയമെൻഷൻസ് കുറച്ചുണ്ടെങ്കിലും എനിക്ക് ക്യാബിൻ സ്പേസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറച്ചും കൂടെ സ്പേസ് വന്ന പോലെ തോന്നി. നല്ല രീതിയിൽ ഫീച്ചർ ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ക്യാബിനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. പെട്രോൾ എന്തൂസിയാസ്റ്റിന് പറ്റിയൊരു മാസീവ് 1.3 ലിറ്റർ എഞ്ചിൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡീസൽ എന്തൂസിയാസ്റ്റ്, ഓഫ് റോഡ് എന്തൂസിയാസ്റ്റ് സ്റ്റിൽ ചൂസ് ദ ഓൾഡ് ഡസ്റ്റർ. ആൻഡ് ഇതെല്ലാം നല്ലൊരു പ്രൈസ് സെഗ്മെന്റിൽ വന്നാൽ ഡസ്റ്റർ വുഡ് ഷുവർലി ബി എ ഗ്രേറ്റ് ഹിറ്റ്. നിങ്ങളുടെ അഭിപ്രായം പറയാം ഈ വണ്ടിനെ പറ്റിയിട്ടുള്ളത്. ഡസ്റ്റർ ഇപ്പോൾ ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ റെനോൾട്ടിന്റെ ഞാൻ പറഞ്ഞ പോലെ ആർപാസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എടുക്കണം. ഒരു 21K അടച്ച് ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു എഡിഷനാണ് ഈ ഐക്കോണിക് എഡിഷൻ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രീൻ ഷെയ്ഡ്, നമ്മൾ ബ്ലാക്ക് അലോയ്സ്, പിന്നെ നമ്മൾ ഐക്കോണിക് ബാഡ്ജസും പല സ്ഥലത്തും വന്നത്, അതൊക്കെയാണ് നമ്മളെ കോസ്മെറ്റിക്കലി ഉള്ള ചേഞ്ചസ് ആണ് ഇനി വരാൻ പോകുന്ന ഡസ്റ്റർ വെച്ച് നോക്കുമ്പോൾ. പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐക്കോണിക് എഡിഷൻ. സോ തിരുവനന്തപുരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഷോറൂം വന്നിരിക്കുന്നത് കൈമനം ഭാഗത്താണ്. സോ ഈ വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഡസ്റ്റർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലായിട്ടും ഞാൻ ഇവിടെ ആയിട്ടും കൊടുക്കാം. ആൻഡ് യു ക്യാൻ കോൺടാക്ട് ദം. ഈ ഒരു വണ്ടി എപ്പോഴാണ് കിട്ടുക എന്ന് അറിയത്തില്ല ഓടിക്കാൻ. എന്തായാലും അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു കാറായിട്ട് അടുത്തൊരു ഡ്രൈവിലെ കാണാം.